നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ 5 ഡേയ്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അതിന് ഇൻട്രസ്റ്റിംഗ് ആയി കുറഞ്ഞു വരും. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളത് നിർത്തിപ്പോകും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ സ്കില്ല് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം തുടങ്ങിയിട്ട് അത് നിർത്തി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോബ്ലം അല്ല. കാരണം ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നേച്ചർ അങ്ങനെ തന്നെയാണ്. ഒരു പുതിയ കാര്യം തുടങ്ങും, പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ പതുക്കെ ലൂസായിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി തരാനും നിങ്ങളുടെ ടൈം സ്കെഡ്യൂൾ ചെയ്ത് തരാനും ഒരാളുണ്ടാവും. നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളുടെ സ്കെഡ്യൂളെല്ലാം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ടൈമിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്കുണ്ട്. സോ ഈ ജോലി എടുക്കുന്ന കേസിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ജോലി നൽകാനും ടൈം സ്കെഡ്യൂൾ ചെയ്യാനും നമ്മളെ എംപ്ലോയറോ മാനേജറോ അവിടെ ഇരിക്കുന്നത്. സോ വി ഹാവ് ദി ക്ലാരിറ്റി ഇഷ്യൂ. നമ്മൾ മനുഷ്യന്മാർക്ക് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര കാലം ചെയ്യണം, ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക? ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു തിങ്ക് ഇൻ ടേംസ് ഓഫ് സിസ്റ്റം. ഒരു സിസ്റ്റം ലെവലിൽ തിങ്ക് ചെയ്യണം. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ ഇംഗ്ലീഷ് ലേണിംഗ് എക്സാമ്പിളാണ്. ഇംഗ്ലീഷ് ലേണിങ്ങിലും നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ആഫ്റ്റർ സം ഡേയ്സ് നമുക്ക് ബോറടിക്കും. നിങ്ങൾക്കത് ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലാരിറ്റി കൂട്ടാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ഡേയിലെ ടൈം ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാണ്ട് ടു റീഡ് എ ബുക്ക്, ഒരു ബുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കലണ്ടറിലോ ടൈം ടേബിളിലോ ഞാനൊരു സ്പെസിഫിക് ഹാഫ് ആൻ അവർ അതിനുവേണ്ടി ബ്ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു കലണ്ടർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആക്ഷൻസ് കൺട്രോൾ ചെയ്യുക. ഇതാണ് ടൈം ബ്ലോക്കിംഗ്. ടൈം ബ്ലോക്കിംഗ് ഈസ് വെരി പവർഫുൾ. ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ്, ടൈം ബ്ലോക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ലാഗ് ചെയ്യും, മൈൻഡിലുണ്ടാവും ഓരോരോ കാര്യങ്ങൾ. ബട്ട് ഒരു ഫിക്സ്ഡ് കലണ്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഇല്ല. എപ്പോൾ തുടങ്ങണം എന്നുള്ള ക്ലാരിറ്റി ഇല്ല, എപ്പോൾ ഫിനിഷ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഇല്ല. തുടങ്ങിയാൽ തന്നെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ടൈം വിൻഡോൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമമില്ല, അതിൻ്റെ അതികഠിനമായ പ്രയത്നമില്ല. സോ വെൻ ഐ സ്റ്റാർട്ട് ടൈം ബ്ലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഇത് തന്നിട്ടുണ്ട്. അതായത് ഒരു ആക്ടിവിറ്റി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വന്നു. രണ്ടാമത്തത് അതെപ്പോൾ ഫിനിഷ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വന്നു. സോ ഓൾ വി നീഡ് ടു ഡു ഈസ് ഡു ദി ടാസ്ക്. ആ ടാസ്ക് ചെയ്യലാണ് നമുക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലണ്ടറിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ 30 മിനിറ്റ്സ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടാണെന്ന് കരുതിക്കൊള്ളി. ആഫ്റ്റർനൂൺ 3:30ക്കാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യു നോ ദി സ്റ്റാർട്ടിങ് ടൈം, യു നോ ദി എൻഡിങ് ടൈം ആൾസോ. സോ ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റാർട്ട് ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു എൻഡ് ആൻഡ് ഫിനിഷ് ദാറ്റ് പെർട്ടിക്കുലർ ടാസ്ക്. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് മൈ കാലണ്ടർ, ദിസ് ഈസ് മൈ നോഷൻ കാലണ്ടർ. ഇതിൽ ഞാനെല്ലാം ടൈം ബ്ലോക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അറ്റ് ദിസ് പോയിൻ്റ് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കെല്ലാം അറിയാം, ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു വർക്ക്. നമ്മൾ വർക്ക് ചെയ്യണം, ആൾക്കാർ ഹെൽപ്പ് ചെയ്യണം. ആ രീതിയിൽ ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. ആൾക്കാർ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് സ്കില്ല്. നമുക്ക് സ്കില്ല് വേണ്ടേ? സോ സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ടേ? പ്രാക്ടീസ് ചെയ്യണം, വർക്ക് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി വേണ്ടേ? ക്ലാരിറ്റി വേണ്ടേ? ക്ലാരിറ്റി വേണം. ഏതെല്ലാം ക്ലാരിറ്റി വേണം? എന്തിന് അത് പ്രാക്ടീസ് ചെയ്യുന്നു, എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, എപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു, എവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഐഡിയ. ഇതിൽ അവസാനം പറഞ്ഞ് എപ്പോൾ ചെയ്യും, എവിടെ വെച്ച് ചെയ്യും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. വേൾഡ് ഫേമസ് ബുക്കായിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്, ഒരു ഹാബിറ്റ് അത് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും അത് നടക്കണമെന്നുണ്ടെങ്കിലും ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ടാസ്ക് ചെയ്യുന്നത് എപ്പോഴാണെന്നും അത് എവിടെയാണെന്നും ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ തന്നെ ക്ലാരിറ്റി ഒരുപാട് കിട്ടും. അങ്ങനെ ക്ലാരിറ്റി കിട്ടിയാൽ ഗസ് വാട്ട്, വി ആർ മോർ ലൈക്ലി ടു ഡു ദാറ്റ് പെർട്ടിക്കുലർ ആക്ടിവിറ്റി, പെർട്ടിക്കുലർ ടാസ്ക്. സോ ഞാൻ ഇപ്പോൾ ഈ കാലണ്ടർ കാണിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ ക്ലാരിറ്റി വരുത്താം ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട്. ഓക്കെ, നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് എൻ്റെ കാലണ്ടറാണ്. ഈ കാലണ്ടറിൽ
ഒരുപാട് ഡിഫൈൻഡ് ആണ് ഓൾറെഡി. ഇതൊരു വീക്ക്ലി സ്കെഡ്യൂളാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സിസ്റ്റംസ് എല്ലാം പോകുന്നത് വീക്കിലിയാണ്. ഒരു വീക്കിലി എല്ലാ ഡേയ്സിനും എന്ത് ചെയ്യണം, മേ ബി വീക്കെൻഡ്സിന് എന്ത് ചെയ്യണം, വീക്ക് ഡേയ്സിന് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഈ കാലണ്ടറിൽ ഡിഫൈൻഡ് ആണ്. ഞാനിത് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നോട്ടുണ്ട്. അതായത് ഇത് വർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലണ്ടർ ഉപയോഗിക്കുന്നൊരു ശീലം വേണം. ഓക്കെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു പേപ്പറിൽ A4 ഷീറ്റിൽ നിങ്ങളുടെ ഒരു വീക്ക്ലി കാലണ്ടറോ ടൈം ടേബിളോ ഉണ്ടാക്കി വെക്കാം. എൻ്റെ ഒരു സുഹൃത്താണ്, പേര് ഞാൻ പറയുന്നില്ല, ആ സുഹൃത്ത് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനാണ്. അദ്ദേഹം പറഞ്ഞൊരു അഡ്വൈസ് ഉണ്ട്, എല്ലാവർക്കും ഒരു ടൈം ടേബിൾ വേണമെന്നുള്ളത്. ഒരു സ്കൂൾ എടുത്താൽ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ഒരു ടൈം ടേബിൾ ബേസ്ഡാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം അവിടെ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്കിൽ ഡെവലപ്മെൻറ്റും നമ്മളുടെ പ്രാക്ടീസും വർക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്കും ഒരു ടൈം ടേബിൾ വേണം, അല്ലെങ്കിൽ ടൈം ബ്ലോക്കിങ് വേണം, കാലണ്ടർ വേണം, ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ നോഷൻ ഡിജിറ്റൽ സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു A4 പേപ്പറിൽ നിങ്ങളുടെ ഒരു വീക്കിലി ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്യുക. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ എന്നതാണ് ചെയ്യുക എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യു നീഡ് ടു സ്റ്റാർട്ട് വിത്ത് യുവർ സ്ലീപ്പ് സ്കെഡ്യൂൾ. ഐ സ്റ്റാർട്ടഡ് വിത്ത് മൈ സ്ലീപ്പ് സ്കെഡ്യൂൾ. ഇവിടെ ഈ ഗ്രേ കളറിൽ കാണിച്ചിട്ടുള്ളത് എൻ്റെ സ്ലീപ്പ് സ്കെഡ്യൂളാണ്. അങ്ങനെ പോയി ഇതുവരെ ഉണ്ട്. 4:45 സ്ലീപ്പ് എൻഡ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയൽ വീക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ദിസ് ഈസ് എ സിസ്റ്റം. ഹിയർ സ്ലീപ്പ് ടൈം സ്കെഡ്യൂൾ ചെയ്തു, അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം അനുസരിച്ചിട്ട് തന്നെ പോകണം. തോന്നിയ ടൈമിൽ കിടന്നുറങ്ങാനും തോന്നിയ ടൈമിൽ എണീക്കാനും നമുക്ക് പറ്റില്ല. നമുക്കൊരു സിസ്റ്റം ബേസ്ഡ് വർക്ക് ചെയ്യണം. സിസ്റ്റം ബേസ്ഡിൽ വർക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. സോ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത് എന്നുള്ളതും എപ്പോഴാണ് എണീക്കുന്നത് എന്നുള്ളതും ഏകദേശം ഒരു ധാരണ വേണം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദാറ്റ് യു ക്യാൻ ഡിഫൈൻ യുവർ സ്ലീപ്പിംഗ് ടൈം. ഇപ്പോൾ സ്ലീപ്പിൽ ഒരു കൺട്രോൾ കിട്ടിയാൽ ഏകദേശം നമുക്ക് ലൈഫിലും ഒരു കൺട്രോൾ കിട്ടും. ഓക്കെ, ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ ടൈമിൽ കിടന്നുറങ്ങാൻ പറ്റിയാൽ നല്ലതല്ലേ? സോ അത് നല്ലതാണ്. വി വിൽ ഗെറ്റ് സം ക്ലാരിറ്റി ആൻഡ് വി വിൽ ബി ഡിസിപ്ലിൻഡ്. ദാറ്റ് ഈസ് ദ ഐഡിയ. ഓക്കെ, സോ സ്ലീപ്പ് ടൈം ഫിക്സ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതൊന്ന് ഫിക്സ് ചെയ്യാം, ടൈം ബേസ്ഡ്. എൻ്റെ കേസിൽ ദ പ്രയർ ടൈം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സുബഹ് നമാസ് മോർണിംഗ് അത് ഫിക്സ്ഡ് ആണ്, ളുഹർ നമാസ് അത് ഫിക്സ്ഡ് ആണ്, അതുപോലെ തന്നെ അസർ നമാസ് ദാറ്റ് ഈസ് ഫിക്സ്ഡ്. ഓൾ ഓഫ് ദി അതർ ടാസ്ക് കംസ് ഇൻ ബിറ്റ്വീൻ ദീസ് നമാസ്. ഓക്കെ, ഈ നമസ്കാരത്തിൻ്റെ ടൈമിൻ്റെ ഇടയിലുള്ള ടൈമിലാണ് ഞാനെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ബാക്കി എല്ലാ ടാസ്കും. അപ്പോൾ എനിക്ക് വീണ്ടും ക്ലാരിറ്റി കിട്ടി. ഉച്ചയ്ക്ക് ഒരു നമാസ് പെർഫോം ചെയ്യാനുണ്ട്, വൈകുന്നേരം ഒന്നുണ്ട്, ഈവനിങ് ഒന്നുണ്ട്, നൈറ്റിൽ ഒന്നുണ്ട്, രാവിലെ ഏർലി മോർണിങ്ങിലുണ്ട്. ഓൾറെഡി ക്ലാരിറ്റി കുറച്ച് കൂടുതലായി. സോ ഒരു എൻ്റെ ഡേ ഓൾറെഡി സ്ട്രക്ചേർഡായി. സോ ഈ ടൈം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ ഒരു എൻ്റെ ഡേ സിസ്റ്റമാറ്റിക് ആവും. നൗ വി ഗോട്ട് സോ മെനി ടൈം ഫ്രീ ഹിയർ. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ ഒരുപാട് ടൈം ഇവിടെ ബ്ലോക്ക് ചെയ്യാനുണ്ട്. ഈ ടൈമിലെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ നമ്മളിപ്പോൾ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 ആണെന്നുണ്ടെങ്കിൽ വി വിൽ സ്റ്റാർട്ട് ബ്ലോക്കിംഗ് ഫ്രം 9:15 മുതൽ 11 വരെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേ ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 9:15 മുതൽ ഒരു 6 o'clock വരെ ബ്ലോക്ക് ചെയ്യുക. ഈ രീതിയിൽ 6 ഓർ മേ ബി 6 o'clock വരെ ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് അതിന് മേ ബി വർക്ക് എന്ന് ബ്ലോക്ക് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുക. സോ ഓൾ ദിസ് ടൈം വിൽ ബി വർക്കിംഗ് ഫ്രം ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തിരിക്കും. സോ ഇതും ഡിഫൈൻഡായി. സോ ഒരു ഡേയിലെ ആദ്യത്തെ മെയിൻ കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തു, പിന്നെ വർക്ക് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡിഫൈൻ ചെയ്തു. വീണ്ടും അപ്പോഴും നമുക്ക് ഒരുപാട് ടൈം ഫ്രീ ഉണ്ട്. ഈ ടൈമെല്ലാം എന്ത് ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഡേയിൽ എത്ര ടൈമുണ്ട്, എത്ര ടൈമാണ് നമ്മൾ വർക്കിന് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ക്ലാരിറ്റി കിട്ടി. ഇനി ബാക്കി എത്ര ടൈമുണ്ട് ഫ്രീ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു അവയർനെസ്സും കിട്ടി. ഇനി ഈ ടൈമിൽ നമുക്ക് ഏത് സ്കില്ലാണ് നമുക്ക് വേണ്ടത് അത് ബ്ലോക്ക് ചെയ്ത് കൊടുത്താൽ, സോ വി വിൽ ബി ഡൂയിങ് ദാറ്റ് ഓൺലി ഇഫ് വി ആർ റെഫറിങ് ദിസ് കലണ്ടർ ടു ഡു ആ ആക്ഷൻ, ടു ഡ്രൈവ് ആ ആക്ഷൻ. ഓക്കെ, നമ്മളുടെ ആക്ഷൻ ഡ്രൈവ് ചെയ്യാൻ ഈ കലണ്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളുടെ ടൈം ബ്ലോക്കിങ്ങും നിങ്ങളുടെ ടൈം ടേബിളും അടിപൊളിയായിട്ട് വർക്കാവും. നിങ്ങൾക്കൊരു സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ടൈം അതിനുവേണ്ടി സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പുതിയ ഫ്രീ ടൈം അതിന് വേണ്ടിയിട്ട് കാണാൻ പറ്റും. സോ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഗോൾഡ് ആയ പോരാ സിസ്റ്റം വേണമെന്നുള്ളത്. സോ ദിസ് ഈസ് ദ സിസ്റ്റം. ഇങ്ങനെ സിസ്റ്റവും ടൈം ടേബിളും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും, നിങ്ങൾ പ്രോഗ്രസ് ആകാൻ പോകുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഐഡിയ. ഏത് സ്കില്ലായിക്കോട്ടെ,
ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, മേ ബി വർക്കൗട്ട്, വാട്ട് എവർ യു നെയിം ഇറ്റ്. സോ ഇഫ് യു വാണ്ട് ടു ബി പ്രൊഡക്റ്റീവ്, നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ വേണം. അതിൽ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ്റെ എപ്പോൾ ചെയ്യാം, എവിടെ ചെയ്യാം, അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. എവിടെ ചെയ്യാം എന്നുള്ളത് ഇതിൽ പറയുന്നില്ല, ബട്ട് എപ്പോൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഈ കാലണ്ടറിൽ നോക്കിയാൽ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ കാലണ്ടർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്നും പോകുന്ന ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നൊരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിസിക്കൽ കാലണ്ടർ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് അതിലേക്ക് കണ്ണെപ്പോഴും പോകണം. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ആക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ യു വിൽ ബി വെരി പ്രൊഡക്റ്റീവ്. സോ യു ഗോട്ട് ദി ക്ലാരിറ്റി, റൈറ്റ്? ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് സം സ്കിൽസ്, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു നീഡ് ക്ലാരിറ്റി. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോഷൻ കലണ്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ കലണ്ടർ ഉപയോഗിക്കുക ലാപ്ടോപ്പിൽ. ഇനി ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് എടുക്കുക, ഒരു ടൈം ടേബിൾ വരയ്ക്കുക, അത് ഡിഫൈൻ ചെയ്യുക, ഐഡിയൽ വീക്ക് സെറ്റ് ചെയ്യുക, എന്നിട്ട് കാണുന്നിടത്ത് ഒട്ടിച്ച് വെക്കുക, അതിനെ റെഫർ ചെയ്തിട്ട് മുന്നോട്ട് കാര്യങ്ങൾ നീക്കുക. ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ദിസ് വൺ, യു വിൽ നെവർ ഗെറ്റ് എ ക്ലാരിറ്റി ഇൻ ലൈഫ്. എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലാരിറ്റി കിട്ടില്ല. സോ വി വിൽ നോട്ട് ഡു, നമ്മൾ ചെയ്യില്ല. ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്കെഡ്യൂൾ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കെഡ്യൂൾ ചെയ്ത് തരാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. നമ്മൾ ജോബ് ചെയ്യുന്ന കേസിൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് തരാനൊക്കെ ഒരാളുണ്ട്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളാണെന്ന് കരുതുക, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, ബട്ട് അതാണ്ട് ശരിയാവണില്ല. അതിൻ്റെ കാരണം ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കും വേണം, ബട്ട് നിങ്ങളൊരു ദിവസം എത്ര ടൈം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് ചോദിച്ചാൽ മേ ബി സംസാരിക്കുന്നത് തന്നെ ഉണ്ടാവില്ല. സോ വി നീഡ് ടു സ്പീക്ക്. ഫോർ ദാറ്റ് വി നീഡ് ടു ഗെറ്റ് ദി ക്ലാരിറ്റി ഓഫ് വെൻ യു ആർ ഗോയിങ് ടു ഡു ദാറ്റ് ആൻഡ് വേർ യു ആർ ഗോയിങ് ടു ഡു ദാറ്റ്. അത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഒരിക്കലും കിട്ടുന്നില്ല, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ജോയിൻ എ കമ്മ്യൂണിറ്റി ആൻഡ് യു നീഡ് ടു ഹയർ എ ട്രെയിനർ. You can do whatever you want, but you try seeking help from others, professionals, maybe trainers. Okay, that is what you need to. Okay, I think today's topic was about time blocking. I think you understood the concepts very well. And ഈ വീഡിയോ കണ്ടിട്ട് വെറുതെ അടുത്ത വീഡിയോയിലേക്ക് പോവാതെ നിങ്ങളൊരു കലണ്ടർ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, അല്ലെങ്കിൽ നോഷൻ ഉപയോഗിച്ച് തുടങ്ങുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. Overwhelmed by your daily to-do list? Try time blocking right on your laptop. Dedicate specific blocks of time to your most important tasks. Take control of your schedule and boost your focus.